ഹായ് ഫ്രണ്ട്സ്, ഗുഡ് ഈവനിങ്. ഇപ്പോൾ സമയം 5 മണി കേട്ടോ. ഞാൻ ഒരു കുളത്തിലേക്ക് പോവുകയാണ്. കുളം പിലാത്ര ഭാഗത്താവും. നമ്മളെ ചെക്കൻ പിടിച്ചിട്ട് വന്ന് കുളത്തിനവിടെ പോയാലോ, പോയി കുളിച്ചാലോ. ഞാനൊരു പക്ഷേ കുളിക്കൂലോ. വീട്ടിൽ നിന്ന് ഇറങ്ങി നോക്കി ചെയ്യാം. മൂട് പോലെ ഇരിക്കും. അവിടെ എത്തിയിട്ട് മൂടെങ്ങനെയാണെന്ന് അതുപോലെ ഇരിക്കും. പോയിട്ട് വരാം. ഇന്നും മഴ അങ്ങനെ ഉണ്ടായിട്ടില്ല കേട്ടോ. ഉണ്ടായിരുന്നു, പൊടിയുന്നുണ്ട്. ഇപ്പവും പൊടിയുന്നുണ്ട്. നല്ല ചറകർത്ത മഴയൊന്നുമില്ല. ഇന്ന് കുറച്ച് സൈലൻ്റാണ്. പക്ഷെ വെയിലില്ല. ചെറിയ വെളിച്ചം. ഈ ഒരു കാലാവസ്ഥ. മഴ പൊടിയുന്നുണ്ട് ഇടക്കിടക്ക്. ചറപറ പെയ്യുന്നില്ല. അത് നല്ലൊരിതാണ്. ഫ്രണ്ട്സ്, അങ്ങനെ ഞാൻ പുഴങ്ങടി എത്തി. വണ്ടി സൈഡാക്കി. എൻ്റെ വണ്ടി അവിടെ വെച്ച് പയങ്ങളില് പാർക്കിങ്ങിൽ. ഇതേത് പാർക്കിങ്ങിലാ? പെട്രോൾ പമ്പിനുള്ള പാർക്കിങ്ങിൽ വണ്ടി വെച്ച് എന്നിട്ട് ഞാൻ വേറൊരു വണ്ടി കയറി. വണ്ടി ഇങ്ങനെ കാണണം മക്കളെ. ഞാൻ സ്പെക്സലാ കുട്ടി എങ്ങനെയുണ്ട് എന്താ വണ്ടി? ഇതാ ചക്കൻ ചെറിയ വണ്ടി എടുത്തിട്ടാ വന്നിനി. അല്ല അല്ല പച്ച. അപ്പൊ നമ്മ അടുത്തേക്ക് പോകുന്ന വെച്ചാൽ എവിടെയാ പോകുന്നടാ? അടുത്തില്ല പിലാത്തിരി പോകുന്നോ? വെറുതെ പിലാത്തിരി പോയിട്ട് വരാം. എന്നിട്ട് ചാലം കുടിച്ചിട്ട് വരാം. കാരണം എന്താ പറയാ, ഇപ്പൊ സമയമായി. നമുക്ക് ഏതായാലും പിലാത്തറി പോയിട്ട് ഇവനോട് കുളം പറഞ്ഞു. വൈബ് കുളമെന്ന് പറഞ്ഞു. അങ്ങനെയുള്ള കുളത്തിലെല്ലാം പോയിട്ട് നോക്കാം. ഒരു പക്ഷേ ഞാൻ കുളിക്കൂലു. ഒന്നെങ്കിൽ ഇവൻ കുളിക്കും, അല്ലെങ്കിൽ നമ്മൾ രണ്ടാളും കുളിക്കാത്ത മൂട് പോലെ ഇരിക്കും. അവനമ്മടെ പോകുന്നു. കാരണം സമയമായില്ലേ. പ്രശ്നമൊന്നുമില്ലപ്പാ. മഴയൊന്നുമില്ല. കുറച്ച് വെളിച്ചമുണ്ട്. കുറച്ച് വെളിച്ചമുണ്ട്. മുകളിൽ ചേട്ടനുണ്ട്. ഇല്ല, ചേട്ടനില്ല. ചേട്ടൻ ഉള്ളിലായിരിക്കും, പുറത്തില്ല. അപ്പോൾ നോക്കി ചെയ്യാം. ഇപ്പോൾ 5:23 ഞാൻ ഇറങ്ങാനായിട്ടേ. ഇവൻ 4:30 മണിക്ക് എടുത്തീനി. ഞാൻ പിന്നെ ഇന്ന് 2 വ്ളോഗ് ഒന്ന് എഡിറ്റാക്കി ഒന്ന് സെറ്റാക്കി അപ്ലോഡ് ചെയ്ത് വെച്ച് വെക്കുമ്പോഴത്തേക്ക് സമയമായി. പിന്നെ ചേട്ടൻ്റെ ഡിസൈൻ വർക്ക് ഉണ്ടായിരുന്നു. അതും ചെയ്ത് അതാ സംഭവടാ. ചേട്ടൻ്റെ ഡിസൈൻ വർക്ക് ഉണ്ട്. ഞാൻ എല്ലാം ടക്ക് ആക്കിയിട്ട് ഒന്ന് അതെല്ലാം ഇന്നലെ കഴിഞ്ഞതാണ്. ഞാൻ ഫിനിഷ് ചെയ്യാനുണ്ടായിരുന്നു. അതൊന്ന് ഫിനിഷ് ചെയ്തിട്ട് അയച്ച് മെയിൽ ചെയ്ത്. ഓക്കെ, അപ്പം അങ്ങനെയാണ് മക്കളെ കഥ. അതുകൊണ്ട് ഇന്ന് രാവിലെ മുതൽ എവിടെയും പോയിട്ടില്ല. ആടെ ഒരു വണ്ടിയുടെ ബസ് സ്റ്റാൻഡിൽ ബസ് കയറുന്നിടത്ത് വണ്ടി വെച്ചിട്ടുണ്ടോ? ബസ് കയറേണ്ട വഴിയാണ്. അപ്പൊ ഇതേതാടെ വണ്ടി? ജെന്ന്. പഴയ ഒരു ജെന്ന് എടുത്തിട്ട് അർഫാസ്. എൻ്റെ ശരിക്കും പേരെന്നാ? അർഫാസ് വന്നു. അപ്പോൾ നമ്മൾ പോവുകയാണ്, വെള്ളച്ചാട്ടത്തിലേക്ക് പോവുകയാണ്. വെള്ളച്ചാട്ടത്തിൽ പോയിട്ട് നമുക്ക് നോക്കി ചെയ്യാം. വെള്ളച്ചാട്ടമല്ല, സോറി, കുളം. ഞാൻ കൂടുതൽ വെള്ളച്ചാട്ടത്തിൽ പോകുന്നുണ്ട്. കുളത്തിൽ പോക്ക് കുറവാന്നടാ. കിട്ടിലമ്പലത്തെ ഒരു കുളമുണ്ട് വേറെ, മാതങ്കലം ഭാഗത്ത്. ഞാൻ പോയി, പക്ഷെ അവിടെ നിന്ന് കുളിച്ചിട്ടില്ല. കിട്ടിലമ്പലത്തെ കുള. നമുക്ക് വേറെ ദിവസം പോവാം. അതെയാ, നമുക്ക് പിലാത്തലിലേക്ക് വിട്. പിലാത്തലിൽ വരെ പോലെ ഇത്. പിന്നെന്താ വേണ്ടി? കുട്ടിക്കളിയാ. അപ്പോൾ കുളിക്കാൻ പറ്റും. കുളിച്ചില്ലെങ്കിൽ നല്ല വിശപ്പായിരിക്കും. കിട്ടിലമ്പോഴത്തെ ഫുഡ് അല്ലേ. നീന്തീനങ്ങണ്ടല്ല മക്കളെ. സത്യം പറഞ്ഞാൽ നീന്തിയിട്ട് കുറച്ച് കാലമായി. നീന്തീനങ്ങണ്ട് എന്തൊരു വിശപ്പ് വരുന്ന ഒരു 1/2 മണിക്കൂർ നീന്തിയാൽ തന്നെ വിശന്നിട്ടല്ല എന്താ പറയുക, പൊറോട്ടയെല്ലാം ബീഫ് ഫ്രൈയും പൊറോട്ടയും കിട്ടീനങ്ങണ്ടല്ല മക്കളെ. രക്ഷ ഉണ്ടാവില്ല. നോക്കാം നമുക്ക്. നീന്തലൊന്നുണ്ട്, നോക്കട്ടെ. ഇപ്പം സമയമായോണ്ട് പിന്നെ ഭയങ്കര തണുപ്പല്ലേ. എങ്ങനെ കീഴി പിന്നെ കണ്ണു മൂട്ടിയിട്ട് ഒറ്റ തുള്ളുള്ളണോ പൊളിക്കും. നമ്മ ഒരു പക്ഷേ നാളെ വയനാട്ടിലേക്ക് വിടും കേട്ടോ. ഇൻഷാല്ലാ. ഞാൻ ഇവനെയും കൂട്ടിയിട്ട് നമ്മൾ രണ്ടാളും വയനാട്ടിലേക്ക് പോകേണ്ട പരിപാടിയുണ്ട്. നോക്കട്ടെ. പോയിനെങ്കിൽ വയനാട് വീഡിയോസ് എല്ലാം ഉണ്ടാവും. ഓക്കെ അല്ലേ? അടി ഇതെല്ലാം എടുത്തിട്ട് പോയാലോ. വന്ന് ഇതിലെന്നെ കടന്നുറങ്ങാം നമുക്ക്. ഇതിന് നല്ല മൈലേജ് ഉണ്ടോ? 12. ഇത് ജെന്നല്ലേ? ഇതേതാ വർഷം? 2000 ജെന്നിലാണ് ഞാൻ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. വയറെല്ലാം പുറത്തുണ്ട്. ഷോക്കടിക്കോ? സെറ്റിൻ്റെയാണല്ലേ? പാട്ടെല്ലാം ഞാൻ പാട്ട് ഓഫാക്കിയതാണോ? ഞാൻ ഓഫാക്കാൻ വന്നത് കയറിയ പാടി. ഇവൻ ഫുൾ കുമിക്കുന്നുണ്ടായി ഞാൻ വരുമ്പോൾ പാട്ടെല്ലാം വെച്ചിട്ട്. അവനെ കോപ്പിറൈറ്റ് അടിക്കും. ചങ്ങായി ഓഫാക്കുന്ന അങ്ങനെ ഓഫാക്കിയതാണ്. അപ്പോൾ വിടാട്ടാ. നമ്മ ഇരുവരും കഴിഞ്ഞ അടുത്തിലെത്തി. വണ്ടി കണ്ടീഷനാട്ടാ. പായുന്നുണ്ട്. സ്റ്റെയറിംഗ് ഉണ്ട്, ക്ലച്ച് ഉണ്ട്, ബ്രേക്ക് ഉണ്ട്, ആക്സിലേറ്റർ ഉണ്ട്, എല്ലാം ഉണ്ട്. അടിപൊളി വണ്ടി. എവിടെ ഇതിന്റെ വണ്ടി ഇത്?
ആ അത് ഹോട്ടലിലെ കണ്ടീഷൻ ആട്ടോ നൈസായിട്ട് പായുന്നുണ്ട്. ആ ഇവിടെ ഉണ്ട്, ഇവിടെ ഇവിടത്തൊരു കുളമുണ്ട്. മാടു വന്ന് കുളിക്കുന്ന നമ്മൾ മാടൂലേ, മാടുവെല്ലാം കുളിച്ചെന്ന് പറഞ്ഞു. സിറാജ് അന്ന് കുളിച്ചെന്നുകൊണ്ട് എന്നെ വിളിച്ചിനി. ഇവിടെ കിട്ടുമ്പോഴത്തെ കുളമുണ്ട്. നമുക്കതൊരു ഇന്ന് പുലാത്ര അവിടെ നോക്കാം, അവിടെ നോക്കിയിട്ട് എന്താ അവസ്ഥ നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, നമ്മളങ്ങനെ പിലാത്ര എത്തി. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഹിഡൻ സ്പോട്ടാട്ടോ, ഹിഡനാണ്. ഇത് നോക്കട്ടെ, ഞാൻ ഇതുവരെ ഇവിടെ വന്നിട്ടില്ല. പിലാത്രയിൽ ഇങ്ങനെ ഉണ്ട് എന്ന് ഇവൻ അന്ന് എന്നോട് പറഞ്ഞു. നമുക്കൊരു ദിവസം പോവാന്ന് പറഞ്ഞു. ഞാൻ ഇതുവരെ വന്നില്ല. നമുക്ക് നോക്കട്ടെ, ഒരു ഇങ്ങനത്തെ ഒരു ഏരിയയിലൂട്ടിയാണ് പോകുന്നത്. പോയി നോക്കട്ടെ എന്താ അവസ്ഥ. എനിക്ക് സത്യം പറഞ്ഞാൽ തണുക്കുന്നുണ്ട്. ഒന്നാമത് ഈ കുപ്പായിട്ടോണ്ട് ഇതിനുള്ളിലൊക്കെ കാറ്റടിച്ച് കയറിയിട്ട് ഭയങ്കര തണുപ്പ്. പിള്ളേരെല്ലാം വഴിമാറി തരികയാണ് പോകാൻ വേണ്ടിക്ക്. ഒരു എടാമുടുക്ക് റോഡാണ് കണ്ടാ. ഇതാണ് എടാമുടുക്ക് റോഡ്. ഇതിന് വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും എടാമുടുക്ക് റോഡ് എന്ന് പേരിടോടാ പറയാൻ കഴിയില്ല. എടാമുടുക്കായോടെ ഞാൻ എടാമുടുക്കുന്ന ഇങ്ങനെയാണ് ഓരോ പേരെടുത്ത്. നമ്മൾ അങ്ങോട്ട് ഏതൊരു വീട്ടിന്റെ ഈ ചെറുവന്ന് മോറാട ഭാഗത്ത് മുമ്പ് ഒരു കല്യാണ വർക്കിന് പോകുമ്പോ ഒരു വീട്ടിന്റെ ഗേറ്റിനുള്ള പേര് അതാണ് ആ സ്റ്റോപ്പിന്റെ പേരിടോ. ആ വീട്ടിന്റെ ഗേറ്റ് ഇല്ലേ, ആ ഗേറ്റിന് ഏതൊരു പെണ്ണുങ്ങളെ പേരുണ്ട്. ആ പെണ്ണുങ്ങളെ പേരിലാണ് ആ സ്റ്റോപ്പ് അറിയപ്പെടുന്നത്. അപ്പൊ നമുക്ക് വെഡിങ് വർക്ക് എഴുതുമ്പോ അഡ്രസ്സിൽ ആ സ്റ്റോപ്പ് എഴുതി വേണ്ടി അമ്മ ഇങ്ങനെ ഒന്ന് അന്വേഷിച്ചിട്ട് പോയി നോക്കുമ്പോഴത്തേക്ക് ഒരു പെണ്ണുങ്ങളെ പേര്. അപ്പൊ അതൊക്കെ ബസ് സ്റ്റോപ്പിൽ തന്നെ ആ ഗേറ്റിന് എഴുതി ആ പെണ്ണുങ്ങളെ പേര്, ആ പേരിൽ ബസ് സ്റ്റോപ്പ്. ഡാർക്ക് മൂടാട്ടോ, ക്യാമറയിൽ നല്ല വെളിച്ചുണ്ട്, പക്ഷെ കാണുമ്പോൾ ഡാർക്ക് മൂടാ അല്ലേടാ. ആ ഇരുട്ട് നോക്കിയാടാ, മഴക്കാറ് പിടിച്ച പോലെ കേട്ടോ, മഴക്കാറ് പിടിച്ച പോലെ ഉണ്ട്. അവിടെ ഇവിടെ മറ്റേതര പൈപ്പില് കുരുമുളക് കൃഷി അല്ലേ. ഇതാ പൈപ്പില് കുരുമുളക് കൃഷി ഉണ്ടോ, പൈപ്പ് ഉണ്ടോ കുത്തനെ വെച്ചിട്ട് എൻ്റെ മുകളിൽ കമ്പി. സംഭവം മനസ്സിലാക്കി. ഞാൻ അതിൻ്റെ എന്തോ ഒരു വീഡിയോ എല്ലാം കണ്ടിന്. കമ്പി മുകളിലൊരു ഇങ്ങനെ കമ്പി വെച്ചിട്ട് അതിന് താഴ്ന്ന് കുരുമുളക് കയറ്റില്ല മുകളിലേക്ക്, കുരുമുളക് മുകളിലേക്ക് കയറ്റും. നല്ല പരിപാടിയാണ് അത്. ഇവിടെ ഒരു കൃഷിനായി ഇപ്പം കണ്ടു. ഞാൻ നേരിട്ട് കാണാൻ ആദ്യമായിട്ട്. നിങ്ങൾ അവിടെ ഒരു വീടിൻ്റെ പറമ്പാന്ന് തോന്നുന്നു അവിടെ ഉണ്ട്. അതെ ഏതല്ലോ ഉടാമുടത്തിലേക്കാണ് ഇവൻ കൊണ്ടുപോകുന്നത്. എൻ്റെ മോനെ പോയിക്കോട്ടെ പോയിക്കോ. അയ്യോ അവിടെ കുളിക്കുന്ന സ്ഥലം അത്. അവിടുന്ന് എത്തി ഫ്രണ്ട്സ്. ഞാൻ കുളിക്കൂല, കുറെ ആളുണ്ടെന്ന് തോന്നുന്നു. അനക്ക് ഒന്നാമത് തണുക്കുന്നു. ഇന്ന ദിവസം കാറും ഗുഡ്സും ബൈക്കും സൈക്കിളും എല്ലാം ഉണ്ട് മക്കളെ. ഇത് നല്ല ആളുണ്ടെന്ന് തോന്നട്ടാ. അതൊക്കെ വിടുന്നു ഞാനും ഉണ്ടോ. വണ്ടി സൈഡാക്കുന്നുണ്ട്. വണ്ടിക്കെല്ലാം പോകാൻ പറ്റുന്ന രീതിയിൽ വെച്ചോ. തേങ്ങ നോക്കണം. ഞാൻ തിരിച്ചു പോകുമ്പോ സീലിംഗ് ഒട്ടയായിട്ട് മഴ കൊണ്ടിട്ട് പോകേണ്ടി വരും. കയ്യിലപ്പാ ഇറങ്ങിയിട്ട് നോക്കട്ടെ എന്താ അവസ്ഥ എന്ന്. ഞാൻ കുളിക്കുന്നില്ല എന്തായാലും. കണ്ടപ്പോ വെള്ളം നോക്കട്ടെ. സ്വിമ്മിംഗ് പൂളാണെങ്കിൽ പറയാൻ പറ്റില്ല. നല്ല വെള്ളം. യാ വണ്ടിയിൽ നിന്ന് ഇറങ്ങലും ഭയങ്കര സ്മെല്ല്. നോക്കുമ്പോഴത്തേക്ക് ഇതാ ചാണകം കൊണ്ട്, ചാണകം പശുവിൻ്റെ ചാണകം കൊണ്ട് അല്ല ചാണകൻ്റെ കൊണ്ട്. ഫ്രണ്ട്സ് ഞാനങ്ങനെ വണ്ടിയിൽ വന്നിരുന്നു. ഞാൻ ഇറങ്ങിയിട്ടില്ല കേട്ടോ, ഞാൻ കുളിച്ചിട്ടില്ല. ഓന് ഇറങ്ങി, ഓൻ തുള്ളി, ഓൻ കുളിക്കത്തിട്ട് ഓനെ ഇതാ ടീഷർട്ടെല്ലാം ഊരി വെച്ച് മൊബൈലും ചായലും ഇതാ ഫോണും ചായലും ഇവിടെ വെച്ചിട്ട് ഓൻ പോയിട്ട് തുള്ളി. ഓനിക്ക് മൂടായിട്ട് ഓൻ തുള്ളി. ഞാൻ കുളിക്കുന്നില്ല വെച്ച്. പിന്നെ അവിടുന്ന് ഞാൻ കുറച്ച് സമയം അവിടെ ഉണ്ടായി. ഞെട്ടിപ്പോൾ ഇങ്ങോട്ടേക്ക് വന്ന് വണ്ടിയിൽ വന്നിരുന്നു. കാരണം മഴ പെയ്യുന്നുണ്ട്. അതാണ്ടാ മഴ പെയ്യേ. വലിയ ചറകർത്ത മഴയില്ല, പക്ഷേ മഴ ശക്തിയായിട്ട് പൊടിയുന്നുണ്ട്. പിന്നെ അടിപൊളി കുളാട്ടോ, കിട്ടലം പോലത്തെ കുളമാണ്. ഞാൻ പിന്നെ ആ കുളമൊന്നും കാണിക്കാത്തതെന്ന് വെച്ചാൽ അവിടെ ഫാമിലീസ് ആയിട്ട് കുളിക്കുന്നുണ്ട്. ഫാമിലീസ് എല്ലാം ഉണ്ട് കുളിക്കാൻ വേണ്ടിക്ക്. പിന്നെ അതുകൊണ്ടുതന്നെ പിന്നെ വീഡിയോ ഒന്നും കാണിക്കാത്ത, കുളയെ കാണിച്ചിട്ടില്ല അതുകൊണ്ടോ. പിന്നെ വയലുണ്ട് കേട്ടോ, ഇതിൻ്റെ തൊട്ടടുത്ത് വയലുണ്ട്. നല്ല അടിപൊളി വയൽ വേണ്ട. വയലിനെ അടുപ്പിച്ചാണ് കുളമുള്ളത്. പിന്നെ അമ്പലത്തിൻ്റെ കുളമാണ് കേട്ടോ അത്. ഇത് അമ്പലത്തിൻ്റെ കുളമാണ്. കുറച്ച് ആൾക്കാരുണ്ട് കുളിക്കാൻ. സംഭവം അടിപൊളിയാണ്, അടിപൊളി കുളം. ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല കുളം, പിള്ളേർക്കെല്ലാം കുളിക്കാൻ പറ്റിയ കുളമാണ്. അതായത് എന്തിന് അല്ല എന്നെ അറിയുന്ന പിള്ളേരിലുണ്ടാടാ. ചെറിയ കുറെ പിള്ളേരുണ്ട്. പിന്നെ അവിടെ ഫാമിലി സൈറ്റിലുണ്ടാന്ന് ഞാൻ. ഇതാണ് ഇതിന്റെ കോലം നോക്കിയ.
അന്നെ വിളിക്കുന്നുണ്ടല്ലോ. അന്നെ പിള്ളേരെല്ലാം കണ്ടിട്ട് കുറെ പിള്ളേരെല്ലാം മൈനാക്കാണ്. ചെറിയ ചെറിയ പിള്ളേർ യൂട്യൂബർ ഇക്കാക്ക് എടുത്തത് വെച്ച്. ഇത് ഗ്രാമാട്ടോ, നല്ല അടിപൊളി ഏരിയ. ഏതായാലും പോയി നോക്കട്ടെ. ഏതായാലും പിള്ളേരെല്ലാം ഒന്ന് കാണിട്ട് പോയിട്ട് ഞാൻ തിരിച്ച് വണ്ടിയിലാക്കന്നെ വന്ന്. മഴ ഓടിയുന്നുണ്ട്. അടക്കാങ്കില്ല കുളിക്കുന്ന കുഴപ്പമില്ല, മഴ തന്നെ ഇല്ലെങ്കിൽ പനി പിടിച്ച് കിടക്കാം. പിള്ളേരെല്ലാം അറിയുന്ന അതിൽ ചെറിയ ചെറിയ പിള്ളേരുണ്ടേ. വലിയ ആൾക്കാരുണ്ട്, ചെറിയ പിള്ളേരുണ്ട്. വലിയ ആൾക്കാർ അങ്ങനെ ഇല്ല, കുറച്ച് ചെറിയ 2-3 വലിയ ആൾക്കാരുണ്ടാവും. പിന്നെ ചെറിയ ചെറിയ പിള്ളേരും. ചെറിയ പിള്ളേരിൽ ഏതാണ്ട് വീഡിയോ കാണുന്ന പിള്ളേരിലുണ്ടാകാന്ന് അയക്കാക്കനെ വിളിക്കുന്നത് തന്നെ യൂട്യൂബർക്ക്. നല്ല വയൽ. എനിക്ക് വയൽ കാണുമ്പോൾ നോക്കി എന്ത് രസം നോക്കിയ വയൽ കേട്ടോ. വയൽ ഞാൻ കാണിച്ചു തരാം. മഴയൊന്ന് കുറച്ച് കുറയട്ടെ, പൊടിച്ചലൊന്ന് നിൽക്കട്ടെ, എന്നിട്ട് ഞാൻ ഇറങ്ങിയിട്ട് കാണിച്ചു തരാം വയൽ. കുളത്തിൽ കുളിച്ചിട്ട് ഫുഡ് കഴിക്കുമ്പോണ്ടല്ലോ മക്കളെ ഭയങ്കര വിഷമായിരിക്കും. ഈ നീന്തൽ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ എക്സസൈസിൽ എന്താ പറയുക, ശരീരം മൊത്തം ഇളകുന്ന ഒരു എക്സസൈസാണ് നീന്തൽ. ഞാൻ മൊത്തം ഇളകും നീന്തുമ്പോൾ. അതുപോലെ ഫുട്ബോൾ, ഷട്ടിൽ ഇതെല്ലാം അങ്ങനെ തന്നെ. പക്ഷേ ഏറ്റവും എന്താ പറയുക, ശരീരം മൊത്തം ഇളകുന്ന ഒരു എക്സസൈസ് നീന്തലാണ്. മൊത്തം ഇളകിയിട്ട് എന്താ പറയുക, നല്ല സ്ഥിരമായിട്ട് ഈ മഴക്കാലത്ത് സ്ഥിരമായിട്ട് നീന്തുന്ന ടീമെല്ലാം കൂടുതൽ ഫാറ്റൊന്നും ഇല്ലാണ്ട് എന്താ പറയുക, അവർ ഇതിൽ കിട്ടും ബോഡി ഫാറ്റെല്ലാം പോയിട്ട്. കാരണം ഫുള്ള് ഇളകിയാലേ, തടി ഇങ്ങനെ ഇളകിയാലേ അടിപൊളിയാണ്. അടിപൊളിയാണ്. മുമ്പ് നീന്തല്ലേ, ഇപ്പോൾ കുറേ നീന്താത്ത. മുമ്പ് കുളങ്ങരപ്പള്ളിയിൽ, നമ്മളെ പഴങ്ങാട് കുളങ്ങരപ്പള്ളിയിൽ ചെറുപ്പത്തിൽ പോയിട്ട് നീന്തും. സ്കൂൾ കൂട്ടിയാലല്ലോ ആ സമയത്തല്ലോ, സ്കൂൾ കൂട്ടിയല്ല ശനി ഞായറല്ലോ നീന്താൻ പോവും. വൈബാണ്. മഴ നിന്ന് ഞാൻ വയൽ കാണിച്ചു തരാം. ഇതാ വണ്ടി കണ്ടോ, വണ്ടി ചെക്കൻ്റെ വണ്ടിയാണ്. ഇതാ വണ്ടി, ഇതാണ് വണ്ടി കണ്ടോ. വണ്ടി എന്താ ഇതിന്, സ്പാർക്കോ വയലിതാ വയൽ അല്ല ഡ്രസ്സിലാണ്. ഫുൾ പച്ചപ്പ്. നടുക്കേക്കൂടെ ഒരു വരമ്പിങ്ങനെ പോകുന്നുണ്ട്. എന്നിട്ട് മരയിലായിട്ട് കണ്ടോ, നടുക്കേക്കൂടെ വരമ്പിങ്ങനെ പോകുന്നുണ്ട്. അതോളം മരമുണ്ട്. രസമുണ്ട് കാണാൻ, അടിപൊളിയാണ്. ഈ റോഡിൽ എടുത്തൊക്കെ പോകുന്നു, ഇങ്ങോട്ടേക്ക് റോഡിങ്ങനെ പോകുന്നുണ്ട്. ഇതാണ് കണ്ടോ, ഇവിടെയാണ് കുളം, അത് അമ്പലം കുളം സെറ്റ്. പിള്ളേർ അന്ന നോക്കി വന്നിട്ടുണ്ട്. വാടാ ഇങ്ങോട്ടേക്ക്. എന്താ പേരെന്താ? എന്റെ പേരെന്താ? ഷാസിൽ. ഇടന്നെ ഇടാടാ. വാടാ പേര് വരാടാ, ഇങ്ങോട്ട് വാടാ. എന്റെ പേരെന്താ? ഓ വിട്ടോ. നമ്മളെ കുഞ്ഞു സബ്സ്ക്രൈബേഴ്സ്, കുഞ്ഞു പുള്ളോസ് അമ്പലത്തിൽ പാട്ട് വെച്ചിട്ടുണ്ട്. 6 മണിയായില്ലേ ഇപ്പൊ? സമയം എന്തായി? 6 മണിയായി തോന്നുന്നു കേട്ടോ. 6 മണിക്കല്ലേ പാട്ട് വെക്കല്? 6 മണി 6:11 കേട്ടോ. ഇപ്പോൾ മഴ ഇങ്ങനെ പൊടിയുന്നുണ്ട്, അതാണ് ഞാൻ പിന്നെ പുറത്ത് വെക്കാത്ത. ഇപ്പം ഇപ്പം വലിയ പൊടിച്ചിലൊന്നുമില്ല, ചെറിയ പൊടിച്ചില് പിള്ളേർ. ഇത് നോക്കിയേ, കോമഡി ആയിട്ട് തോന്നിയൊരു കുളിയനാ. തല കൊടുത്തടാ. ഇപ്പൊ ആള് കൂടിയാ വന്ന്. അന്ന് അടിപൊളിയായിട്ട്. ഇത് കണ്ടോ, ഇത് പൊളിച്ചിട്ടാ. അത് നല്ലതാണ്, നല്ല രസമുണ്ട് കാണാൻ. എടുത്തടിക്കുന്നു. എന്താ ആക്കുന്നത്? അല്ല ഇപ്പൊ പോക്ക് നിങ്ങൾക്കൊന്ന് കുളം കാണിച്ചരാൻ വെച്ചിട്ട് അവതേക്ക് ഫാമിലി സ്ഥലം പോയില്ലെങ്കിൽ ഞാൻ കുളം കാണിച്ചരാൻ വെച്ചു. ഫാമിലി സ്ഥലം പോയല്ലേ ഏകദേശം. ഇത് അമ്പലത്തിന്റെ കുളം കേട്ടോ. ആ അമ്പലത്തിൽ നിന്നാണ് പാട്ടേക്കുന്നത്. ഗീതം എന്താ പറയല്? 6 മണിയാകുമ്പോ
വെക്കുന്നയാ, സന്ധ്യക്ക് വെക്കുന്നയാ അമ്പലത്തിൽ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവൻ പറഞ്ഞ് നമുക്ക് ആൾക്കാരെല്ലാം പോയിട്ട് ഫാമിലീസ്, അതായത് വലിയ ആൾക്കാരെല്ലാം പോയിട്ട് നമുക്ക് കോളേജെല്ലാം കാണിക്കൽ ആൾക്കാരൊന്നും പോയിട്ടില്ല പോണത്രേ. അതൊക്കെ ഇരുട്ടാവും തോന്നുന്നു. പിള്ളേരുടെ ഇഷ്ടമല്ല, കുറേ കുഞ്ഞു പിള്ളേർ അവിടെ കുളിക്കുകയാണ്. വരുന്നത് നമ്മളെ സബ്സ്ക്രൈബേഴ്സ് പിള്ളേർ, ചോട്ട സബ്സ്ക്രൈബേഴ്സ്. പാട്ടായിരുന്നല്ലേ, എന്താ പറഞ്ഞേ? SSന്റെ എനിക്കറിയില്ല. പിള്ളേർ ഇവനോട് പറഞ്ഞു SSന്റെ പാട്ടായിരുന്നല്ലേ. SSലെ പാട്ടായിരുന്നല്ലേ. ഇവൻ എന്നോട് പറഞ്ഞു SS എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞ പിള്ളേർ വ്ളോഗാണെന്ന് സംഭവം. പരിപാടിക്ക് നമ്മൾ പ്രോഗ്രാമിൽ പോകുന്ന ചെയ്യുന്നില്ല, കാണിക്കുന്നില്ല. എന്നാന്ന് നീ തല കൊടുത്തിയാ പനി പിടിച്ച് കിടക്കും. പിന്നെ മതിയാ, കുളിച്ചാൽ മതിയാ. എന്നാ വിടാം നമുക്ക്. കുറച്ച് സമയം കൂടെ ഞാൻ വെയിറ്റ് ആക്കും. എന്നിട്ട് പിള്ളേർ മാത്രമുള്ള സമയത്ത് ഞാൻ ചെറുതായിട്ടൊന്ന് കാണിച്ച. ഓക്കെ, നാട്ടില് നല്ല ഏരിയ ആട്ടോ ഇത്, അടിപൊളി. ഏതരാ ആംബുലൻസാ? ആംബുലൻസ് കാണിച്ചു കൊടുത്തില്ലേ? ഏതല്ലേ വയല് കിട്ടലും പോലത്തെ വയലിൻ്റെ അടുത്താണ് നമ്മൾ വണ്ടി എടുത്തിന്. ഇവിടെ കാണിച്ചു അടിപൊളിയാണ്, അടിപൊളി ആംബുലൻസാണ്. വയലും കുളവും അമ്പലും പക്ക എന്താ പറയാ, ഒറിജിനൽ ഒരു നാട്ടിൻപുറം. ശരിക്കും പറഞ്ഞാൽ ഇത് ഗൾഫിലെ പ്രവാസികൾക്ക് ഭയങ്കര ഇതായിരിക്കും, എന്താ പറയാ, നൊസ്റ്റാൾജിയ, ഒരു മിസ്സിങ് ആയിരിക്കട്ടെ ഭയങ്കര അല്ലേ. ഗൾഫിലെ പ്രവാസികൾക്ക് ഭയങ്കര മിസ്സിങ് ആയിരിക്കും നാട്ടിൻപുറത്തെ ഈ മഴക്കാലത്തെ കാഴ്ച, പ്രത്യേകിച്ച് മഴക്കാലത്തെ കാഴ്ച ഭയങ്കര എന്താ പറയുക, ഭയങ്കര രസമാട്ടോ. നല്ല പച്ചപ്പലായിട്ട് ബ്യൂട്ടി എന്നെല്ലാം പറഞ്ഞാൽ അടിപൊളി. നോക്കട്ടെ, നോക്കിയിട്ട് പറ്റുമെങ്കിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. കുളം വന്ന സ്ഥിതിക്ക് ഏതായാലും നിങ്ങൾക്കൊന്ന് കുളം കാണിച്ചു തരണം. എന്നിട്ട് നോക്കട്ടെ പറ്റുമെങ്കിൽ ഞാൻ കുളം കാണിച്ചു. മക്കളെ നമ്മൾ ഒന്ന് അങ്ങോട്ടേക്ക് പോയിരുന്നു. അങ്ങോട്ട് ഞാൻ പറഞ്ഞു ഒരു വരമ്പുണ്ട്, ആ വരമ്പിൻ്റെ അങ്ങോട്ടേക്ക് പോട്ടെ. അവതേക്ക് ഇവിടെ വെള്ളം ഫ്രീ ആവുമായിരിക്കും കുളത്തിൽ. ഇതെന്തിനാടാ ചാവി അല്ലേ? അതിൽ ആഡംബര പോട്ട് വണ്ടി എടുത്തിട്ട് തന്നെ പോവാം, ആടെ വണ്ടി സൈഡാക്കാം. ഓക്കെ, നടക്കുന്നാടാ വേണ്ട അല്ലേ? എത്തി ഫ്രണ്ട്സ്, എത്തി. നമ്മൾ കുറച്ച് ഇങ്ങോട്ട് എത്തി. ഇതാടെ ചാവി ഇരിക്കണം അടുപ്പിച്ചിന് പഠിച്ചോനെ. വെള്ളം പാനി. അമ്പലത്തിലെ പാട്ട് കോപ്പറേറ്റ് അടിക്കോ? ചാവി വരികയല്ലേ? പശു ഓക്കെ. ഉയർന്നു വരുന്ന വെള്ളം അങ്ങ് മലഭാഗത്ത് മഴ വെള്ളമാണ് കേട്ടോ. വണ്ടി വെറുതെ അങ്ങോട്ട്. എടാ അപ്പുറത്തേക്ക് കൂടെ ആടാ, അപ്പുറത്തേ നടക്കല്. പാലത്തിൻ്റെ അതിലോട്ട് വെറുതെ ഒന്ന് നടമ്പര നടക്കട്ടെ. അവിടെ വണ്ടിയിൽ തന്നെ ഇരിക്കാനില്ല. അതാ തണുപ്പ് മക്കളെ, ഭയങ്കര തണുപ്പ് കേട്ടോ. ഇതെല്ലാം ഇന്റർലോക്ക് റോഡ് കേട്ടോ. ഇവിടുന്ന് മുതൽ താറ്, ഇവിടുന്ന് മുതൽ ഇന്റർലോക്ക്. അവിടുന്ന് അങ്ങോട്ട് താറുണ്ട്. ഇത് കുറച്ച് ഇന്റർലോക്ക് അല്ലേ. നമുക്ക് ചെരിപ്പല്ലിട്ടാവുന്ന ഇത് കണ്ട ഉപ്പാൻ്റെ അത് നല്ലതാണ്. ഉപ്പാൻ്റെ ചെരുപ്പിട്ടിട്ടാവുന്ന ഓക്കെ. ചെരുപ്പ് വേണ്ടാ, വരമ്പുണ്ടോ? ചെരുപ്പ് എന്നാ പറയുന്നത്, വരമ്പ് എന്ന് പറയണ്ടേ. വരമ്പ് നോക്കിയാ എന്താണ് അടിപൊളിയല്ലേ? എന്ത് രസാ, എന്താ രസോടാ വരമ്പ് നോക്കിയാ. പൊളിയല്ലേ? അത് പശുവിനെ കയറ്റാനായിരിക്കും. അങ്ങ് അവിടെ ഒരു സംഭവം കണ്ടോ, കേങ്ങിനെ കൊണ്ടാക്കിയിട്ട് പശുവിനെ കയറ്റാനായിരിക്കും. നോക്കിയാ അടിപൊളിയാ. ഇതാ പശുണ്ട്. ഇതങ്ങ് അവിടെയാ കേട്ടോ അമ്പലവും കോളമെല്ലാം അവിടെയാ. പശു ഇതെല്ലാം ചളിയുണ്ടാ, സീനാന്ന്. കുറച്ച് നടക്കാം, അവിടം വരെ പോവാം. രസല്ലേ? വൈബ് ചളിയുണ്ട് മക്കളെ. ഇതാ ചളിയുണ്ട്, പോക്ക് കുറച്ച് പണിയാന്ന്. നോക്കി കണ്ടും പോയിട്ടില്ലെങ്കിൽ ഇപ്പുറോ അല്ലെങ്കിൽ ഇപ്പുറോ എവിടെങ്ങൊന്ന് പോകും. ഈ വരവിൻ്റെ ഇടക്ക് ഇങ്ങനെ ഓരോ മരങ്ങളായിട്ട് ഭയങ്കര രസമാട്ടോ. നോക്കിയാ എന്താ, ഓരോ മരങ്ങളായിട്ട് നല്ല രസാ. അവിടെ കെട്ടിവെക്കുന്നുണ്ടാ, വന്ന് അടിയിട്ട് മരത്തിന്റെ കമ്പ് വന്ന് അടഞ്ഞിട്ട് ഇതാ വേസ്റ്റ് എല്ലാം വന്ന് തങ്ങിക്കുന്നുണ്ടാ. അല്ലെങ്കിൽ വേസ്റ്റ് അങ്ങ് പോകും. ഇതെല്ലാം വീട്ടിൽ നിന്നെല്ലാം വരുന്നതായിരിക്കും അല്ലേ. അവിടെ ഏതോ ഫാമിലി സെന്റർ. തിരിച്ചു പോവാ. നല്ല രസമല്ലേ? ഒരു ഫോട്ടോ കെട്ടു ഗുയിസ്. നമ്മൾ തിരിച്ചു നടക്കുകയാണ് വണ്ടിൻ്റെ അടുത്തേക്ക്. മണി മണീൻ്റെ ഒച്ചയ്ക്കുന്ന പശുവിൻ്റെ അല്ലേ? പശുവിൻ്റെ മണി. കഴുത്തിന് മണി അടിയിട്ടുണ്ടാവും. അതാണ് ഇങ്ങനെ സൗണ്ട് ഇടണം.
ഇത് നിങ്ങൾ ഷെയർ ചെയ്യണേ. നമ്മുടെ ഇവിടുത്തെ പ്രവാസികളുണ്ടാവും, ഈ നാട്ടിലെ പ്രവാസികൾക്കെല്ലാം അവർക്കെല്ലാം കാണുമ്പോൾ ഭയങ്കര മിസ്സിങ് ആയിരിക്കും കേട്ടോ. അവർക്കെല്ലാം ഭയങ്കര മിസ് ചെയ്യും നന്നായിട്ട്. അപ്പോൾ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടെ അവർക്കെല്ലാം. ഈ നാട്ടിലെ ഈ സ്ഥലത്തിൻ്റെ പേരെന്താ? പിലാത്തറ ഭാഗത്താട്ടോ ഇത്. പിലാത്തറ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം കാണട്ടെ നമ്മുടെ നാട്ടിൻപുറം. ഓക്കെ, ഇതാ വണ്ടി. അവിടെ വീടുന്നാലും വണ്ടിയാണ്, നല്ല രസമുണ്ടല്ലേ. റെഡ് കളറാ കേട്ടോ, എടുത്തടിക്കുന്ന കളറാണ്. ഓക്കെ, ഓരോട് വണ്ടി എടുത്ത് വരാൻ പറഞ്ഞു. ഞാൻ നടക്കുന്ന അങ്ങോട്ടേക്ക്, അമ്പലത്തിൻ്റെ അങ്ങോട്ടേക്ക് നടക്കാം. ഫ്രണ്ട്സ് ഇവിടുന്ന് പോയി കേട്ടോ. ഇഷ്ടം പോലെ പിള്ളേരായി. പിള്ളേർ തുള്ളി ആർമാദിക്ക് പോവാം നമുക്ക്. വിടാം. ഇതാണ് അമ്പലോട്ടാ, പെരിയാട്ട് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം. വിഷ്ണുവിൻ്റെ അമ്പലാട്ടോ, വിഷ്ണു ക്ഷേത്രം. പോവാ, അപ്പോൾ ഇവിടുന്ന് വിടാം. വേറൊരു കാര്യം എന്താ അറിയാ? ലൈറ്റ് ഇട്ടാടാ ഉസ്മാനാ, ലൈറ്റ് ഇട്. വാവ്, ഇവന്റെ ഫോൺ ഇവന്റെ ഡ്രസ്സ് നോക്കി അറിയാണ്ട് മാച്ച് ആയതാന്ന് തോന്നി. എൻ്റെ മോൻ ഇമാതിരി മാച്ച്, രക്ഷയില്ലാത്ത മാച്ച് ആയാലായി പോയി. ഇതാണ് എടുത്തടിക്കുന്ന കളർ, പച്ച. ഭയങ്കര കളറാട്ടോ ഈ സാധനം. വാ, അപ്പൊ നമ്മളുടെ അടുത്ത് വിടയാന്ന് അടി. ഇത് ഇതെല്ലാം തുടച്ചിട്ട് ഇതാണ് അമ്പലോട്ടാ. അടിപൊളി കേട്ടോ, അടിപൊളി വൈവാണ്. അപ്പോൾ നമ്മൾ ഇവിടെ നേരെ വിടുകയാണ്. ഓക്കെ ഫ്രണ്ട്സ്. എൻ്റെ സ്പെക്സ് എടുക്കാൻ പറ്റും. സ്പെക്സ് വിട്ടിട്ടുള്ള കളിയില്ല, സ്പെക്സ് ഉണ്ട് പോക്കറ്റിലുണ്ട്. വന്ന വൈ ഓർമ്മയില്ല എനിക്ക്? ഞാൻ ജാക്സൺ അല്ലടാ, ന്യൂട്ടണല്ലടാ, ജോക്കർ അല്ലടാ, മോൺ വാക്കുമില്ലടാ. അപ്പോൾ നമ്മ നേരെ അടുത്തൊക്കെ പോകുന്നറിയാ. നമുക്ക് നേരെ പോയിട്ട് ചായ പിടിക്കാം. ഓക്കെ, MRLൊക്കെ പോവാ അല്ലേ? വേണ്ട, പിലാത്തറിന് വിളിക്കുന്ന വെറൈറ്റി ആക്കിയതെന്ന് മതിയല്ലേ? നമുക്ക് പിലാത്തറന്ന് വിളിക്കാം. പിലാത്തറ. ഓക്കെ, ഭയങ്കര ഡാർക്ക് കേട്ടോ, ലൈറ്റെല്ലാം ഇട്ടിട്ടാ പോകും. ഡാർക്ക് മൂടാ, രക്ഷയില്ലാത്ത മൂട്. വാവ്, പിള്ളേരെല്ലാം പറഞ്ഞു യൂട്യൂബിൽ വരില്ല. ഓ വരും പിള്ളേർ. അപ്പൊ ഞാൻ ക്യാമറ ആണെന്ന് പുറത്തെടുത്തിട്ടില്ല, വീഡിയോ എടുക്കുന്നില്ല. അതുകൊണ്ട് പിന്നെ പിള്ളേർക്ക് വരുമെന്നുള്ളൊരു ഡൗട്ട്. അപ്പം പിള്ളേർ എന്നെ കാണാൻ വേണ്ടിക്ക് വണ്ടിയിലേക്ക് വന്നേ. പിള്ളേരെ പ്രത്യേകിച്ച് ഇതിലിടുന്നുണ്ട് വീഡിയോയിൽ. പിള്ളേർ കാണുമ്പം പിള്ളേർ കമന്റ് ചെയ്യണം കേട്ടോ, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ഓക്കെ, പിള്ളേർ നിങ്ങളോടാ പറയുന്നത്. പിള്ളേർ വീഡിയോ കാണുമ്പോൾ പിള്ളേർ കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ നേരെ പോക്കായി പിലാത്തറ. ഇവിടുന്ന് നമ്മൾ ചായ കുടിച്ചിട്ട് നേരെ നമ്മൾ നാട്ടിലേക്ക് വിടും. നമ്മൾ നാളെ വേറെ സ്ഥലത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ. സർപ്രൈസ് ആണ്. അല്ല, നേരത്തെ പറഞ്ഞു പോയല്ലേ? നേരത്തെ പറഞ്ഞില്ലേ? ഞാൻ മറന്നു പോയിട്ടുണ്ടാവും. നിങ്ങൾ മറന്നുപോയെങ്കിൽ നന്നായി. ഓക്കെ, നമ്മൾ നോക്കിയിട്ട് പോകും. ട്രിപ്പ് ട്രാവൽ വീഡിയോ. ഇപ്പൊ ലാസ്റ്റ് പോയത് നമ്മള് മൈസൂർ. ഞാൻ നമ്മളെ ടീമായിട്ട് പോയത്, ചങ്ങായിമാരായിട്ട് പോയത് മൈസൂർ പോയി. പിന്നെ ട്രിപ്പായിട്ടൊന്നും പോയിട്ടില്ല. അപ്പൊ ചെറിയൊരു ട്രിപ്പ് കേട്ടോ. ഓക്കെ, ആരും കാണാത്ത സ്ഥലങ്ങൾ നോക്കിയാണ് പോകുന്നത്. പക്ഷെ ഞാൻ പോയ സ്ഥലങ്ങളിലേക്ക് പോകുന്നുണ്ട്. അത് കണ്ടോ? കുറേ ആൾക്കാർ ആവശ്യപ്പെട്ട സ്ഥലത്തേക്കാണ് പോകുന്നത്. കുറേ ആൾക്കാർ. കാരണം ഞാൻ മുമ്പേ അവിടെ പോയിട്ട് കുറച്ച് വീഡിയോ ചെയ്തതാണ്. അപ്പോൾ ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെട്ട് പോകണം, അവിടെ വീണ്ടും പോകണം, അവിടുത്തെ സിറ്റുവേഷൻ കാണിക്കണം എന്നെല്ലാം പറഞ്ഞിട്ട്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ അവിടെ പോകുന്നുണ്ട് കേട്ടോ. ഏത് റോഡാ? അതെയാ. ഓക്കെ. അപ്പോൾ നമ്മൾ മെയിൻ റോഡ് കയറിയാണ്. ഓക്കെ മക്കളെ, പിലാത്തറെത്തി. പോവാലാ, ചാവടിക്കാല. ഇതെന്താ ഹലോ, ചാവടിക്കട്ടെ. ചായ ഞാൻ വീട്ടിൽ നിന്നൊന്ന് കുടിച്ചിന്, തഫിയാക്കി തന്നിന്. വൈകുന്നേരം ആകുമ്പോൾ ചായ വീട്ടിൽ നിന്നുള്ള ചായ നിർബന്ധം. പിന്നെ ഇതുപോലെ പുറത്തിറങ്ങി വന്നിനെങ്കിൽ വല്ലപ്പോഴും അല്ല കുടിക്കും. ഇതന്നെ ഇതാണ് സുഖിയൻ. സുഖിയൻ കഴിച്ചോട്ടെ.
വേറെ സാധനം എടുത്തിട്ടുണ്ട്. ഇത് നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇവൻ പറഞ്ഞുകൊണ്ട് എടുത്തു. ആ സുഖിയം വലിയൊരു പോരാട്ടാ അല്ലേ? സുഖിയം വലിയൊരു പോരാ. നീ കഴിച്ചോ കിട്ടും. ചിക്കനോ? ചെറിയ പുളിപ്പുണ്ട്, ചെറിയ പുളിപ്പ്. അതുകൊണ്ട് ഞാൻ ആടെ ഇട്ട് ബേസിലിട്ട് കുടിക്കുന്ന വയറ്റിന് പണിയിട്ടാൻ സാധ്യതയുണ്ട് അങ്ങനത്തെ കഴിച്ചാൽ. അത് മയോണീസ് ഉണ്ടല്ലേ? ആ മയോണീസ് ഉണ്ടാകാം. ചായ ഒരു പുളിപ്പടിക്കുന്നു. ചായ മോശമില്ല കേട്ടോ. ഇല്ല ചായ മോശമില്ല. ചായ മുമ്പ് ഇടുന്ന് കുടിക്കുന്നതാണ്. ഇപ്പോൾ കുറേ ഇങ്ങോട്ട് വരാതെ. ആ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് വരുമ്പോൾ പ്രോഗ്രാം സ്റ്റേജ് പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് വരുമ്പോൾ രാത്രി ഇടയ്ക്ക് വരും. നമ്മൾ പോയിട്ട് വരുമ്പോൾ കാസർഗോഡ് പോയിട്ട് വരുമ്പോൾ നമ്മൾ കുടിച്ചിട്ടുണ്ടാവും. കാസർഗോഡ് പരിപാടിക്ക് പാട്ടോടാൻ പോയിട്ട് വരുമ്പോൾ അല്ലേ? ഇത് ഞാനവിടെ അവരോട് പറഞ്ഞ് അത് പുളിപ്പോയിട്ട് ഇനി അത് എടുത്ത് മാറ്റാൻ പറഞ്ഞു. അങ്ങനെ അത് രണ്ട് മൂന്ന് പീസ് ബാക്കിയുണ്ട്. അതെടുത്ത് മാറ്റി. അത് അതിൽ മയോണീസ് ഇല്ലല്ലേ? മയോണീസ് സീനാണ്. പുളിപ്പ് ഒരു ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണുന്നില്ല. ഷവർമയിലെല്ലാം ഫുഡ് ഇൻഫെക്ഷൻ ഉണ്ടാവും. അതാ പ്രശ്നം. കാണുന്നില്ല ഷവർമയെല്ലാം കഴിച്ചിട്ട് ഫുഡ് ഇൻഫെക്ഷൻ സംഭവം. ബെൽറ്റ് ഇട്ടെ. സത്യം പറഞ്ഞാൽ നേരത്തെ ബെൽറ്റ് ഇടാൻ വിട്ടു കേട്ടോ. ഒന്ന് വിചാരിക്കല്ലേ. അപ്പോൾ എല്ലാവരും വണ്ടിയിൽ കാറിൽ യാത്ര ചെയ്യുമ്പോൾ ബെൽറ്റ് ഇടുക കേട്ടോ. ഓക്കെ, നേരത്തെ ബെൽറ്റ് ഇടാൻ വിട്ടു. ഞാൻ പിന്നെ വീഡിയോ എടുക്കുന്ന ഇതിൽ പൊതുവേ കാർക്ക് ഒരുപാട് ബെൽറ്റ് ഇടുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഇതിൽ ബെൽറ്റൊന്നും ഇല്ലയെന്ന് ചോദിച്ചിട്ടൊന്നും ഇടേണ്ടതിന് അതൊക്കെ ബെൽറ്റ് ഉണ്ട്. ഇതല്ലേ പുതുപുത്തൻ ബെൽറ്റ്. പിന്നെ ഇതിൽ വേറൊരു കോമഡി എന്ന് വെച്ചാൽ, കോമഡി അല്ല സീരിയസ് ആയിട്ട് എഴുതി വെച്ചേന്ന്. ഇതാ വാണിംഗ്, നോ എയർ ബാഗ്സ്. അപ്പം കെയർ ചെയ്തിട്ട് ഇരുന്നോളാന്ന്. ഇപ്പോൾ ഇങ്ങനെ ബ്രേക്കെല്ലാം പിടിക്കുമ്പോൾ ശ്രദ്ധിച്ചോളാന്ന് അല്ലേ? ശ്രദ്ധിച്ചോളാം. ഇപ്പോൾ ഇങ്ങനെ ബ്രേക്ക് പിടിക്കുമ്പോൾ ഇങ്ങനെ പോകും. അപ്പോൾ ശ്രദ്ധിച്ചോളാം കെയർഫുള്ളി. അപ്പോൾ പോയാട്ടോ നമ്മൾ ഇവിടുന്ന് ചായ പിടിച്ച് അപ്പോൾ നേരെ നാട്ടിലേക്ക് കേട്ടോ. ഓക്കെ, ഇവിടുന്ന് വിടാം. അപ്പോൾ ചെറിയൊരു വീഡിയോ കേട്ടോ. വീഡിയോ വേണ്ടി പോയാൽ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോ ഇപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനാബിൾ ചെയ്യട്ടെ. മാർക്കതിപ്പം തന്നെ ചെയ്യും. പിന്നെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ട്, ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ട്. അഷ്റഫ് കണ്ണൂർ സെർച്ച് ചെയ്താൽ മതി. അതിൽ റീൽസ് എല്ലാം ഉണ്ടാവും കേട്ടോ. ഓക്കെ, എല്ലാവരും കാണാൻ സപ്പോർട്ട് ചെയ്യുക. ഒന്ന് ഫോളോ ചെയ്യട്ടോ. എൻ്റെ ഇൻസ്റ്റാഗ്രാം ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അവൻ നെക്സ്റ്റ് വെക്കണം. അപ്പോൾ അതുവരെ ബൈ പറയടാ. ബൈ. ശരി എന്നാ.